നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ കടുത്ത വിയോജിപ്പുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലൂടെയല്ല കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ തികച്ചും അനാവശ്യമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. വോട്ടെണ്ണുന്നതിന് മുമ്പ് ഇത്തരം ചർച്ചകൾക്ക് യാതൊരു അർത്ഥവുമില്ലെന്ന് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി നടത്തുന്ന അവകാശവാദങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് ചെന്നിത്തലയുടെ പക്ഷം. ആദ്യം വോട്ടെണ്ണണം, UDF ജയിക്കണം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ അനാവശ്യ വിവാദങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച് K സുധാകരൻ നടത്തിയ പ്രസ്താവനയെ തള്ളാതെ തന്നെ ചെന്നിത്തല നയം വ്യക്തമാക്കി. K സുധാകരൻ തന്റെ നല്ല സുഹൃത്താണെന്നും എന്നാൽ പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിന് മുമ്പ് വ്യക്തികളെ ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൾക്കും പരസ്യ ചർച്ചകൾക്കും അറുതി വരുത്താൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നേരിട്ട് രംഗത്തെത്തി. 4-ാം തീയതി ഫലം വരുന്നതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണമെന്നും കോൺഗ്രസിന് അതിന്റേതായ ഒരു സിസ്റ്റവും നേതാക്കളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകളിലൂടെ മാത്രമേ തീരുമാനങ്ങൾ ഉണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വിഷയം പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട ഒന്നല്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. ജനങ്ങൾ UDFന് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നാണ് ഉറച്ച വിശ്വാസമെന്നും എന്നാൽ പരസ്യ വിവാദങ്ങളിലേക്ക് പോകുന്നത് വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ട സമയത്ത് ഭിന്നതയുടെ സ്വരം ഉണ്ടാകരുതെന്ന് അദ്ദേഹം നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം K സുധാകരൻ ഫേസ്ബുക്കിലൂടെ KC വേണുഗോപാലിനെ പുകഴ്ത്തി രംഗത്തെത്തിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കേരളത്തിന് ഇപ്പോൾ ആവശ്യം ദൂരദർശിയുള്ള നേതൃത്വമാണെന്നും അതിന് വേണുഗോപാലിന് സാധിക്കുമെന്നും സുധാകരൻ കുറിച്ചിരുന്നു. ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായത്. പ്രതിസന്ധികൾ തളരാത്ത ഉറച്ച നിലപാടും പ്രവർത്തകരോടുള്ള വിനയവുമാണ് വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് സുധാകരൻ അവകാശപ്പെട്ടു. ഉമ്മൻചാണ്ടിയും കരുണാകരനും ആന്റണിയും നയിച്ച പാത പിന്തുടരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് സുധാകരൻ പറഞ്ഞത് മറ്റ് നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിക്കാൻ KC വേണുഗോപാലിന് കഴിയുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകരിൽ ഉണ്ടെന്നും സഹയാത്രികനായി കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടെന്നും സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഈ പരസ്യ പിന്തുണയെ K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകാൻ ഇത്തരം ഗ്രൂപ്പ് പോരുകൾ കാരണമാകുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നു. വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഐക്യത്തോടെ വിജയ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന് പകരം അധികാര വടംവലി നടത്തുന്നത് ജനവികാരം എതിരാക്കിയേക്കുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒരേ സ്വരത്തിൽ പരസ്യ ചർച്ചകളെ തള്ളിയതോടെ വിവാദങ്ങൾ താൽക്കാലികമായി അടങ്ങുമെന്നാണ് കരുതുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ട് കൂടുതൽ അച്ചടക്ക നടപടികളിലേക്ക് നീങ്ങുന്നതിന് മുൻപ് നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.